അല്ല ബേസിൽ എപ്പോഴും ഹാപ്പിയാണ്. ഞാൻ ബേസിലെ അങ്ങനെ സിഎം വിളിച്ചതാ. ഇല്ല, നേരിൽ അനശ്വര ഭയങ്കര അടിപൊളിയായിരുന്നു. ഞെട്ടിച്ചു. നീ ആദ്യം സെറ്റിൽ വന്നത് ഞാൻ ഇല്ല പറഞ്ഞില്ലേ? ഇല്ല സെറ്റിൽ വന്നിട്ട് ജഗദീഷ് ചേട്ടൻ വന്നിട്ട് എന്തോ നല്ലത് പറഞ്ഞു. അപ്പൊ ഇവളാ എന്നും പറഞ്ഞു പോയ മനുഷ്യനാണ്. എന്റെ മനസ്സിൽ ഞാൻ നന്നായി പറഞ്ഞതാണ്. ബേസിൽ ജോസഫ് രാട്ടുംതോലിട്ട ചെന്നായാണ് തിരിച്ചറിവ് മലയാള സിനിമ പ്രേക്ഷകർക്ക്. ബേസിൽ ജോസഫ് ആട്ടുംതോലിട്ട ചെന്നായി പൃഥ്വിരാജ്. ഓക്കെ, കറക്റ്റ്. പല സ്റ്റേജിൽ പോയാലും നമുക്കൊരു മൈക്കിട്ട് ഞങ്ങൾ ആദ്യം പാടുന്ന 2 വരിയായിരിക്കും പുതിയ മുഖം. ഇത് പാടി കഴിഞ്ഞിട്ട് രാജേട്ടന്റെ റിയാക്ഷൻ എന്തായിരുന്നു? വെരി ഗുഡ് എന്ന് പറഞ്ഞു. ഒരു സമയത്ത് യുവാക്കളെ ഇങ്ങനെ കോരിത്തെരിപ്പിച്ചൊരു പാട്ട് എത്ര വലിയൊരു കോമഡി പീസായി. അപ്പൊ മഴവില്ല വെള്ളയെ നൊമ്പര പമ്പര ചുറ്റലിൽ കണ്ടോ നീ, ഇടി മിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറലിൽ കണ്ടോ നീ. അത്രയ്ക്ക് സങ്കടമായിരുന്നു എന്നാണ്. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു അർത്ഥം? ഞാൻ അത്ര ആലോചിച്ചിട്ട് പരിപാടി പൃഥ്വിരാജ് എന്ന നടന്റെ കരിയർ എങ്ങനെയാണെന്ന് പ്രഡിക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത 10 വർഷം കഴിഞ്ഞ് എന്താണെന്ന് പറഞ്ഞാൽ 60s പൃഥ്വിരാജിന്റെ എങ്ങനെയായിരിക്കും ഇപ്പൊ നാളെ രാവിലത്തെ പൃഥ്വിരാജ് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല ആക്ച്വലി. രാജേട്ടന്റെ കോമഡി സിനിമകൾ റിലീസ് ആകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ കാഷ്നറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ചിലർക്ക് അത് ഇഷ്ടല്ലേ. ഇപ്പൊ വരുമെന്ന് വിചാരിച്ചു. ആടുജീവിതത്തിന് വന്നിട്ട് നജീബൊക്കെ അനുഭവിച്ച യാതനകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനും ബ്ലസ് ചേർക്കണം. അത് വളരെ മോശമല്ലേ? അപ്പൊ അങ്ങനെ പറയാം. ബേസിലേട്ടൻ നമ്മുടെ ദുബായില് പ്രൊമോഷന് വേണ്ടി പോയ സമയത്ത് പുതിമുഖം പാടിയത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ഇപ്പൊ പല സ്റ്റേജിൽ പോയാലും നമുക്കൊരു മൈക്കിട്ട് ഞങ്ങൾ ആദ്യം പാടുന്ന 2 വരിയായിരിക്കും പുതിയ മുഖം. ഇത് പാടി കഴിഞ്ഞിട്ട് രാജേട്ടന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കണ്ടില്ലേ വീഡിയോയില്? വെരി ഗുഡ് എന്ന് പറഞ്ഞു. അത് നേരത്തെ പ്ലാൻ ചെയ്തതാണോ അവിടുന്ന് സ്പോട്ടിൽ പാടിയത്? റൂമിൽ എത്താൻ ലേറ്റ് ആയത് പ്രാക്ടീസ് ചെയ്തിട്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ 2 വരി പാടാൻ. അല്ല, അതങ്ങനെ ഇല്ല. ആ സമയത്ത് ഓഡിയൻസിൽ ഉണ്ടായിരുന്ന ഒരാൾ അത് പാടാൻ പറഞ്ഞു. അപ്പൊ അത് കേട്ടതിന്റെ ഭാഗമായിട്ട് ബേസിലേട്ടൻ പാടാൻ ശ്രമിച്ചതാണ്. അല്ല, അതിന് തൊട്ട് മുന്നേ ഒരു സമയത്ത് യുവാക്കളെ ഇങ്ങനെ കോരിത്തെരിപ്പിച്ചൊരു പാട്ട് എത്ര വലിയൊരു കോമഡി പീസായി. ആ സമയത്ത് അതിന്റെ വേറൊരു വേർഷൻ ഇറങ്ങിയായിരുന്നല്ലോ, കല്യാണ ഫംഗ്ഷൻ എങ്ങാണ്ട് ഇതുപോലെ ഒരു പയ്യൻ. അതാണ് ഇതിന്റെ. ഇല്ല, രാജേട്ടൻ ആ സമയത്ത് ഒരുപാട് നിർബന്ധിച്ചു, പാടൂ പ്ലീസ് പ്ലീസ്, ഒരിക്കൽ കൂടി പാടൂ പ്ലീസ്. ആ സ്പേസിലാണ് പാടിയത്. ഇനി നിർബന്ധിക്കോ? ഇല്ല. ബേസിലിന്റെ പാട്ട് ഇപ്പൊ ഇന്നലെ ലാസ്റ്റ് കേട്ടിട്ട് ഇപ്പൊ ഇതുവരെ കേൾക്കാഞ്ഞിട്ട് ഞാൻ മിസ് ചെയ്യുന്നു. ബേസിലെ ഒരു കുസൃതി ചോദിക്കട്ടെ. ബേസിലിന്റെ ഫാലിമിയിൽ ഒരു പാട്ടുണ്ട്, മഴവില്ലിലെ വെള്ളയെ നൊമ്പര പമ്പര ചുറ്റലിൽ കണ്ടോ നീ, ഇടി മിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറലിൽ കണ്ടോ നീ. ശരിക്കും ഇത് ഡീകോഡ് ചെയ്ത് കേട്ടിട്ടുണ്ട്. മൊസിൻ പെരാരി എഴുതിയതാണ്. മഴവില്ലിൽ വെള്ളയില്ല, അപ്പൊ ആ വെള്ളയെ നൊമ്പര പമ്പര, അത് പമ്പര് ചുറ്റിയില്ല. നമ്മുടെ ഐസക് ന്യൂട്ടന്റെ പരീക്ഷണത്തിൽ പോലെ പമ്പരം ചുറ്റി കഴിഞ്ഞാൽ വെള്ള കാണാം. അപ്പൊ മഴവില്ല വെള്ളയെ നൊമ്പര പമ്പര ചുറ്റലിൽ കണ്ടോ നീ, ഇടി മിന്നൽ വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറലിൽ കണ്ടോ നീ. അത്രയ്ക്ക് സങ്കടമായിരുന്നു എന്നാണ്. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു അർത്ഥം? ഞാൻ അത്ര ആലോചിച്ചിട്ട് മോസിൻ പെരാരിയോട് പോയി ചോദിക്കും. മോസിൻ പെരാരിയുടെ ഭയങ്കര ഫാനാണ് ഞാൻ. ഈ ലിറിക്സ് മൂസിനും വിനായകുമാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ലിറിസിസ്റ്റുകളിൽ 2 പേരാണ് അവർ. രാജേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോഴത്തെ പൃഥ്വിരാജ് എന്ന നടന്റെ കരിയർ എങ്ങനെയാണെന്ന് പ്രഡിക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത 10 വർഷം കഴിഞ്ഞ് എന്താണെന്ന് പറഞ്ഞു. 60s പൃഥ്വിരാജിന്റെ എങ്ങനെയായിരിക്കും ഇപ്പൊ തുടക്കത്തിൽ തന്നെ നാളെ രാവിലത്തെ പൃഥ്വിരാജ് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല ആക്ച്വലി. അല്ല, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു കരിയറൊക്കെ ഞാൻ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ അത് വീണ്ടും ഞാൻ പറഞ്ഞ കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞ എന്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോ എത്തി നിൽക്കുന്നൊരു ചുറ്റുപാടുണ്ടല്ലോ. അപ്പൊ ഇവിടെ തന്നെ ഇനി നിലനിന്ന് പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. അതിന് 60 വയസ്സായാലും എത്ര വയസ്സായാലും എനിക്ക്
എത്ര നാൾ ജീവിച്ചിരുന്നാലും അത്രയും നാൾ സിനിമയിൽ ഉണ്ടാകണം, സിനിമയുമായിട്ട് ഇൻവോൾവ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് സാധിക്കട്ടെ, അത്രേ ഉള്ളൂ. അനശ്വര ഇപ്പം നേരിൽ കണ്ടപ്പോൾ നമ്മൾ അത് വലിയൊരു ക്യാരക്ടറാണ്, ഭയങ്കര പെർഫോമർ ആയിരുന്നു. പെർഫോമൻസ് ഒക്കെ നമുക്ക് ഒരുപാട് പ്രാവശ്യം വിലയിരുത്തേണ്ടതുണ്ട്, അതിൻ്റെ ചില മൂവ്മെൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓസ്ലറിൽ വന്നു. ഓസ്ലറിൽ വന്നപ്പോഴത്തേക്ക് വീണ്ടും ലിഫ്റ്റ് ചെയ്യുന്നു, സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് ഭാഗ്യം കിട്ടി. ഇതിലിപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ ഇതേപോലെ തന്നെ സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഒരു ഗ്രാഫ് ഇടയ്ക്കൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. തീർച്ചയായിട്ടും. ബട്ട് ഈ പറയുന്ന ഗുരുവായൂർ അമ്പലങ്ങളിൽ അങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന ക്യാരക്ടർ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം നിഖിലേഷ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു ക്യാരക്ടർ എന്ന രീതിയിലാണ് സത്യം അഞ്ജലി എന്നുള്ള കഥാപാത്രം. അപ്പം നേരിലായാലും എസ്പെഷ്യലി നേരിലാണെങ്കിലും കുറേ ക്യാരക്ടേഴ്സിന് കുറേ ലേയേഴ്സ് ഉണ്ട്. അപ്പം അതുപോലെ ഇതിനകത്തില്ല, ഗുരുവായൂർ അമ്പലനടയിലില്ല. തിരിഞ്ഞു നോക്കുമ്പോഴായാലും ഐ എം സോ ഹാപ്പി. കാരണം നല്ല സിനിമയുടെ കുറേ ഭാഗമാവാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം നേരും മോസ്ലറും ഗുരുവായൂർ അമ്പലനടയും കുറേ എന്താ പറയുക ആക്ടേഴ്സിൻ്റെ കൂടെ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരും അല്ലാത്തയും കുറേ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, അങ്ങനെ അതിലൊരു ഭാഗമാവാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം. അതിലൊരു കാര്യം കൂടെ ഉള്ളത്, ഈ ഓസ്ലറിലും പ്രണയവിലാസത്തിലും രണ്ട് കാലഘട്ടം കാണിക്കുമ്പോൾ സ്യൂട്ടാവും എന്നുള്ളത് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആദ്യമേ തന്നെ സിനിമ കഥ കേൾക്കുമ്പോൾ തന്നെ? ഞാനത് ബോറാക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. നന്നായിട്ട് വന്നു. ഇല്ല, നേരിൽ അനശ്വര ഭയങ്കര അടിപൊളിയായിരുന്നു, ഞെട്ടിച്ചു കളഞ്ഞു. ഇല്ല, നീ ആദ്യം സെറ്റിൽ വന്നു ഞാൻ ഇല്ല പറഞ്ഞില്ലേ? ഇല്ല, സെറ്റിൽ വന്നിട്ട് ജഗദീഷ് ചേട്ടൻ വന്നിട്ട് എന്തോ നല്ലത് പറഞ്ഞു. അപ്പൊ ഇവളാ ഈ സിനിമ ഞാനിത് ചോദ്യം കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ എനിക്ക് വന്നത് അതാണ്. അതായത് നേരിന് ശേഷം ഗ്രാഫ് കൂടി എന്നുള്ളതിലും ഗുരുവായൂർ അമ്പലനടയിൽ വന്നപ്പോ എല്ലാവരുടെയും തൊലിക്കട്ടി ഭീകരമാവും കൂടി എന്നുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ തൊലി കോൺഫിഡന്റ് ആയിട്ട് വന്നത് നേരെ ഡിം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലനടയില. കാരണം അപ്പുറത്ത് കളിയാക്കല് ഷോർട്ട് അഭിനയിച്ച് ഓക്കെ എന്ന് പറയും. ഓക്കെ എന്ന് പറയും, ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്. എല്ലാവരും വിഷമിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം കൗണ്ടർ ഉണ്ടല്ലോ, എന്റെ ഷോട്ട് സെറ്റ് ആവും, എഡിറ്റിൽ പിടിക്കാം, എഡിറ്റിൽ പിടിക്കാൻ പറ്റും, ഡബിൽ പിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം വിമലേട്ടൻ അപ്പുറത്ത് പറയും കുഴപ്പമില്ല, നന്നായിട്ട് എതിരുണ്ട്, കുറച്ച് സൗന്ദര്യം കൂടെ ഉണ്ടെങ്കിൽ നന്നായേനെ. അപ്പുറത്ത് തളർത്തലാണ്. അപ്പം അവിടെ പിടിച്ചു നിൽക്കുക ഒരു അത്യാവശ്യം തൊലിക്കട്ടി ഒന്നും പോരാ. അതെ അതെ അതെ, നേരല്ല അനശ്വരെ ബോൾഡാക്കിയത് ഗുരുവായൂർ. മലയാള സിനിമ പ്രേക്ഷകർ അത് ഇതുവരെ കിട്ടാത്തൊരു അപ്രിസിയേഷൻ ആണ് എനിക്ക് ഇവിടെ ജോസഫ് ആട്ടിൻതോലിട്ട ചെന്നായി. രാജേട്ടന്റെ കോമഡി സിനിമകൾ റിലീസ് ആകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ കാഷ്യൂനറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ചിലർക്ക് അത് ഇഷ്ടമല്ലേ? ഇപ്പൊ വരുമെന്ന് വിചാരിച്ചു. അതിപ്പോ പ്രൊമോഷൻ ആയാലും എവിടെ പോലും നമുക്ക് അത് കാണാൻ പറ്റും. കാരണം ഇതുവരെ കാണാത്ത നമുക്ക് രാജുവേട്ടനെ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും. ആ ഒരു എൻജോയ് ചെയ്തിട്ട് രാജുവേട്ടൻ പലപ്പോഴും കോമഡി കഥാപാത്രങ്ങൾ ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഞാൻ എല്ലാ സിനിമകളും ആക്ച്വലി എൻജോയ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയുടെ കണ്ടന്റിന്റെ സ്വഭാവം ആ സെറ്റിനും ഉണ്ടാകും, ആ സിനിമയെ സംബന്ധിച്ച് നടക്കുന്ന എല്ലാ പരിപാടികൾക്കും ഉണ്ടാകും. ഇപ്പോൾ ആടുജീവിതത്തിന് വന്നിട്ട് നജീബൊക്കെ അനുഭവിച്ച യാതനകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാനും ബ്ലസ് ചേരും അത് വളരെ മോശമല്ലേ? അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ ആ സിനിമയുടെ സ്വഭാവം എല്ലാത്തിനും ഉണ്ടാവും. അപ്പൊ അത് ഈ സിനിമയുടെ സ്വഭാവമാണ് നിങ്ങൾ ഇതിന്റെ പ്രൊമോഷൻസിനും ഒക്കെ കാണുന്നത്. അപ്പൊ അത് പിന്നെ ഈ നമ്മൾ അത്ര ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ കണ്ടന്റ് സ്വഭാവം സെറ്റിനും ഒക്കെ വരും. എന്താണ്, എമ്പുരാന്റെ സെറ്റിൽ പോയാൽ അങ്ങനെ വലിയ ചിരിയും കളിയൊന്നും കാണില്ല, കാരണം ഭയങ്കര സീരിയസ് വിഷയങ്ങളാണല്ലോ അവിടെ. നേരെ മറിച്ച് ഇവിടെ സെറ്റിലാകുമ്പോൾ എല്ലാവരും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ്. പക്ഷെ ഓഫ്കോഴ്സ് അതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല, വളരെ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യുന്ന ഒരു ടീം വിപിന്റെ അവിടെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളിലൊന്നും ടെൻഷനില്ല. ഞങ്ങൾക്ക് ആർക്കും ഈ സിനിമ നന്നായിട്ട് എടുക്കുന്നുണ്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും ആർക്കും എവിടെയും ഒരു സംശയങ്ങളോ ടെൻഷനോ ഉണ്ടായിട്ടില്ല. അപ്പൊ അതെല്ലാം ചേർന്നിട്ടാണ്. ഇപ്പൊ ഞാൻ ഈ സിനിമയുടെ സെറ്റിൽ പോകുമ്പോഴൊക്കെ ഒരു ബ്രേക്ക് എന്നുള്ളത്, ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു സലാറിന്റെ സെറ്റ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടുത്തൊരു 5 ദിവസം ഗുരുവായൂർ നടയിലെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ
ഓ ഞാൻ 5 ദിവസം ചില്ല് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്ച്വലി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഹാപ്പി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഈ ഡ്രൈവിംഗ് ലൈസൻസും അയ്യപ്പനും കോശിയും പോലെയുള്ള സിനിമകളൊക്കെ നമുക്ക് കാണുമ്പോഴേക്ക് അത് 2 മെയിൻ നടന്മാരുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിൽ ആരാണ് ഹീറോ ആരാണ് വില്ലൻ എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഒരു സിനിമയിലും അതുപോലെ നിങ്ങൾ രണ്ടുപേരും ആരാണ് ഹീറോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമോ? ആ ഒരു കൈൻഡ് ഓഫ് ജോണർ ആയിരിക്കുമോ? ഇത് രണ്ടും ഇച്ചിരി കുഴപ്പം പിടിച്ച ആൾക്കാരാണ്. അതിപ്പോൾ ഈ പറഞ്ഞ സിനിമകളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് ഈ ആനന്ദനും വിനുവും രണ്ടുപേരും ഒരുപാട് കുഴപ്പങ്ങളുള്ള ഈ മാൻ ചൈൽഡ് എന്ന് പറയുന്ന ആൾക്കാര്, ഭയങ്കരമായ ഓൾമോസ്റ്റ് ചൈൽഡിഷ് ഷോവനിസം ഒക്കെ ഉള്ള 2 കക്ഷികൾ അളിയന്മാരാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. ഇവർക്കിടയിൽ ഉള്ളൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഈ പ്ലോട്ടിന്റെ ഫൗണ്ടേഷൻ. പക്ഷെ അതുകൊണ്ടൊരു മുഴുവൻ കഥയാവില്ല. അതിൽ നിന്ന് തുടങ്ങി ഒരു ഭയങ്കര രസമുള്ളൊരു നരേറ്റീവ് ദീപു സൃഷ്ടിക്കുകയും അത് ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വിപിൻ. അപ്പൊ എല്ലാം കൊണ്ടും അങ്ങനത്തെ ഒരു സിനിമയാണ്. അല്ലാതെ ഒരു അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസും ആ ജോണറിൽ പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയല്ല. എല്ലാവരും ബേസിലിന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പൃഥ്വിരാജിനെ കണ്ട് എന്തൊക്കെയാണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് ഇൻസ്പയറിംഗ് ആകുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. തിരിച്ചു ബേസിലിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ബേസിൽ. ശരിക്കും പൃഥ്വിരാജ് ബേസിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കുന്നത്? അല്ല, ബേസിൽ എപ്പോഴും ഹാപ്പിയാണ്. ഞാൻ ബേസിലിനെ അങ്ങനെ ബേസില് ഞാൻ എപ്പോ കാണുമ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഒരു ബേസിൽ ഹാപ്പി ആകുന്നത് മാത്രമല്ല, ബേസിലിന്റെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനല്ല. അപ്പൊ അതെനിക്ക് ബേസിലിന്റെ ഭയങ്കര ഇൻസ്പയറിംഗ് ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ബേസിലിന് ഭയങ്കര പേടിയായിരുന്നു ആദ്യമൊക്കെ. വെറുതെ ഇന്റർവ്യൂവിനൊക്കെ വന്നിരുന്ന് പൃഥ്വിരാജിന്റെ എക്സ്പീരിയൻസ് പറയാം, എവിടെയെങ്കിലും തുടങ്ങണ്ടേ ആദ്യമൊക്കെ അങ്ങനെ ചുമ്മാ അല്ലാതെ